ഹായ്, നമ്മുടെ സെക്കൻഡ് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നതെന്ന് ഞാൻ ഇന്ന് സ്ക്രീനിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കമ്പ്യൂട്ടറുകളെ നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത് ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ എന്നാണ്. അതായത് ഡെസ്കിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കപ്പെടുന്ന കമ്പ്യൂട്ടറുകളാണ് ഡെസ്ക് ടോപ്പ്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പുതിയ പുതിയ സാങ്കേതികവിദ്യയുടെ മാറ്റങ്ങൾക്കനുസൃതമായിട്ട് നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന കമ്പ്യൂട്ടറുകൾ പല സൈസുകളിലും പല വലിപ്പത്തിലുകളും പലതരത്തിലുള്ള മെമ്മറികളും അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡിനെ അനുസരിച്ച് പലതായിട്ടൊക്കെ വേർതിരിക്കപ്പെടുന്നുണ്ട്. കോമണായിട്ട് മിക്ക ഓഫീസുകളിലും നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ യൂണിറ്റാണ്. അതിൽ കീബോർഡ് ഉണ്ടാവാം, അതിന് മൗസ് എന്ന് പറയുന്ന ഒരു ഡിവൈസ്, ചിലയിടത്തൊക്കെ സ്പീക്കറുകളും അതുപോലെ തന്നെ മൈക്രോഫോണും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾക്ക് ഉപയോഗിക്കപ്പെടുന്ന മിക്ക കമ്പ്യൂട്ടറുകൾക്ക് അനുബന്ധമായിട്ട് പല ഡിവൈസുകളും അതിനകത്തേക്ക് നമ്മുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്ന പല ഉപകരണങ്ങളും അതിനകത്ത് കണക്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. അത് ഓരോ മേഖലകളിലും വ്യത്യസ്തമായിരിക്കും. എപ്പോഴും എല്ലായിടത്തും ഒരുപോലെ ഉള്ളതായിരിക്കണമെന്നില്ല, പലയിടത്തും പല രീതിയിലുള്ളതായിരിക്കും നമ്മൾ ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മെയിൻലി ഒരു ഡിവൈസ് വെച്ചിട്ടുണ്ട്. ഇത് ആണ് അതിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നറിയപ്പെടുന്ന ഘടകം. ഇത് ഉപയോഗിച്ചിട്ടാണ്, ഇതിനകത്താണ് നമ്മൾക്ക് വേണ്ടുന്ന കമ്പ്യൂട്ടർ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് പലതരത്തിലുള്ള നമ്മൾ സാധാരണ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം അതിനെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഇതിനകത്തും കാണും. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ ഉണ്ടായിരിക്കാം. അതിനകത്ത് ഡേറ്റ വിവരങ്ങൾ കൊടുക്കുന്നത് സ്റ്റോർ ചെയ്ത് കൊടുക്കുക, നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് അത് അവിടെ നിന്ന് റിട്രീവ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്ത നമ്മുടെ കൈവശമുള്ള ചെറിയ യൂണിറ്റ് USB പോലെയുള്ള യൂണിറ്റുകൾ ഇതിനകത്ത് കണക്ട് ചെയ്യുക. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ യൂസ് ചെയ്യപ്പെട്ടിരുന്നതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കപ്പെട്ടിരുന്ന കമ്പ്യൂട്ടറുകളിൽ സൈസുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ആയിരുന്നു വേർതിരിക്കപ്പെട്ടിരുന്നത്. ഇന്ന് നമുക്ക് കയ്യിൽ കൊണ്ടു നടക്കുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടറുകൾ വരെ നമ്മുടെ കൈവശമുണ്ട്. ലാപ്ടോപ്പായിട്ടും അത് പലതരത്തിലുള്ള ടാബ്ലറ്റ് ആയിട്ടുള്ളതും ഒക്കെ ആയിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. അതിനേക്കാൾ ഉപരി ഇന്നിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ തന്നെ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ യൂണിറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും നോക്കുക, മെയിൻലി ഏതൊരു കമ്പ്യൂട്ടറിലും വേണ്ടുന്ന ഘടകങ്ങൾ ഇതെല്ലാം കൂടെ ചെറുതാക്കിയാണ് നമ്മൾ കാണപ്പെടുന്ന ഇന്ന് ലാപ്ടോപ്പ് ആയാലും ടാബ് ആയാലും അതിനകത്ത് തന്നെ ആ സ്ക്രീനിൽ തന്നെയാണ് അതെല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലാപ്ടോപ്പിലാണെങ്കിൽ നമുക്കൊരു കീബോർഡ് മൗസും നമുക്ക് എക്സ്റ്റേണലായിട്ട് നമുക്കത് സെറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോന്നും എന്താണെന്നുള്ളതാണ്. ഇതിപ്പം നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണെങ്കിൽ അതിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കാനും അതിനകത്തു നിന്നുള്ള വിവരങ്ങൾ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു സ്ക്രീൻ ഉണ്ടായിരിക്കാം. TV സ്ക്രീൻ പോലെയുള്ള സ്ക്രീനുകൾ. ആ സ്ക്രീനുകൾ തന്നെ മാർക്കറ്റിൽ പല ടൈപ്പിലുള്ള സ്ക്രീനുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾക്ക് ഏതാണോ ചിലതിനോ അതിൻ്റെ ഡിസ്പ്ലേയുടെ അടിസ്ഥാനത്തിൽ അതിനെ വിലയുടെ അടിസ്ഥാനത്തിലുമൊക്കെ നമുക്കതിനെ വ്യത്യാസപ്പെടുത്താൻ കഴിയുന്നുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് സ്പീക്കറാണ്. നമ്മൾക്ക് ഇതിനകത്ത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നതിൽ നിന്ന് നമുക്കത് ശബ്ദരൂപത്തിൽ നമുക്ക് വെളിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സ്പീക്കർ ഉപയോഗിക്കപ്പെടാം. നമ്മൾക്ക് കമ്പ്യൂട്ടറിലേക്ക് എന്തെങ്കിലും വിവരങ്ങൾ അങ്ങോട്ടേക്ക് ശബ്ദരൂപത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ മൈക്രോഫോൺ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മൾക്ക് കീബോർഡ് ഉണ്ടാവും. അതായത് നമ്മളുടെ ലെറ്ററുകൾ ടൈപ്പ് ചെയ്യാനും മറ്റുള്ളതിനും ആവശ്യമായിട്ടുള്ള സിമ്പലുകളും സിഗ്നലുകൾ അതേപോലെ തന്നെ പലതരത്തിലുള്ള നമ്മുടെ ലെറ്റേഴ്സുകളെല്ലാം അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന കീബോർഡും അതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവാം. അതേപോലെ തന്നെ നമ്മൾക്ക് പലതും നമുക്ക് സെലക്ട് ചെയ്തെടുക്കേണ്ടി വരുന്നതും അല്ലെങ്കിൽ ടച്ച് ചെയ്തെടുക്കേണ്ടി വരുന്നതുമായ സെലക്ട് ചെയ്തതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൗസ് എന്ന് പറയുന്നത്. എലിയെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു വാലയ്ക്കുള്ള ഒരു സാധനം, അതും കൊണ്ടുപോയി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യപ്പെടുന്നത് ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ സിസ്റ്റം യൂണിറ്റ് എന്നറിയപ്പെടുന്നതിലാണ്. ഇതിൻ്റെ എല്ലാം ബാക്ക് സൈഡിലാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഇതിനെല്ലാം സെപ്പറേറ്റ് കേബിളുകളുണ്ട്. ആ കണക്ട് ചെയ്യുന്ന കേബിളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ കേബിളുകൾക്കെല്ലാം പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ കമ്പ്യൂട്ടറിലും
നമ്മൾ ഉപയോഗിക്കപ്പെടുന്നത് USB ടൈപ്പിലുള്ള കണക്ടറായിരിക്കും. ഇതിൽ നിൻ്റെ കേബിളിൻ്റെ കണക്ഷൻ അവിടേക്ക് പോകുമ്പോൾ, അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ സിസ്റ്റം യൂണിറ്റിലേക്ക് പോകുമ്പോൾ അവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന USB ടൈപ്പിലുള്ള രീതിയിലുള്ളതായിട്ടായിരിക്കും എല്ലാത്തിനകത്തും സെറ്റ് ചെയ്യുന്നത്. ഇതാണ് നോർമലി ഒരു കമ്പ്യൂട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും സംഗതികളുണ്ടെങ്കിൽ നമ്മൾക്ക് കമ്പ്യൂട്ടർ എന്നുകൊണ്ട് കമ്പ്യൂട്ടറിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, ഇതിനെക്കുറിച്ച് നമുക്കൊരു ബേസിക് ധാരണ ഉണ്ടായിരിക്കണം, ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, എങ്കിലേ നമ്മൾക്ക് കമ്പ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വരും വീഡിയോകളിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഒന്നുകൂടെ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരായ നമ്മുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു യൂട്യൂബിനകത്ത് ബെൽ സിമ്പൽ ഉണ്ടാവും, ആ സിമ്പൽ നിങ്ങൾ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് മെയിലായിട്ടും അതേപോലെ തന്നെ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോഴും നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻ കാണാൻ കഴിയുന്നതാണ്. ഓക്കെ.